ഹലോ, എൻ്റെ പേര് ഡോക്ടർ ജി എൻ രമേശ്. ഞാൻ ആസ്ട്ര മെഡിസിറ്റിയിലെ ലീഡ് കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിയാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന ഞാൻ ഡോക്ടർ വിപിൻ വി പി, കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ്, ആസ്ട്ര മെഡിസിറ്റി കൊച്ചി. ഞാൻ ഡോക്ടർ വിപിൻ, കൺസൾട്ടൻറ്റ് ജി എസ് സർജൻ, ആസ്ട്ര മെഡിസിറ്റി കൊച്ചി. ഞാൻ സൂസൻ ഇട്ടി, ക്ലിനിക്കൽ ന്യൂട്രീഷൻ, ആസ്ട്ര മെഡിസിറ്റി കൊച്ചി. വെൽക്കം ടു ദിസ് പാനൽ. ഈ പാനലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒബീസിറ്റിയുടെ പ്രോബ്ലം ആൻഡ് അതിൻ്റെ സൊല്യൂഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഡോക്ടർ വിപിൻ, ഈ ഒബീസിറ്റി അല്ലെങ്കിൽ ഈ ഓവർ വെയ്റ്റ് എന്ന് പറയുന്നില്ലേ, അത് നമ്മുടെ നാട്ടിലുള്ള കോമൺ ആണോ? ശരിക്കും ഒബീസിറ്റി, ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് നമ്മൾ പറയുമായിരുന്നു ഒബീസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിഡിൽ ഏജ്ഡ് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നമാണുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബീസിറ്റിയിൽ ഓവർ വെയ്റ്റുള്ള സിറ്റുവേഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു എൽഡർലി ആർക്ക് വേണമെങ്കിലും വരാമെന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിവലൻസ് ഓഫ് ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 45% to 50% ആൾക്കാരും ഓവർ വെയ്റ്റ് ആണ്. പിന്നെ അതിൻ്റെ ഒബേസിറ്റിയുടെ പ്രിവലൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 25 to 30% ആൾക്കാരും ഒബേസാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ പ്രിവലൻസ് നമ്മുടെ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ പോലും ഒരു സ്കൂളിൽ പോയിട്ട് ഒരു 100 സ്റ്റുഡൻസിന് എടുത്ത് കഴിഞ്ഞാൽ ഒരു 30 സ്റ്റുഡൻസ് എങ്കിലും ഓവർ വെയ്റ്റോ അല്ലെങ്കിൽ ഒബീസോ ആണ്. അപ്പോൾ ഇത്രയൊരു കോമൺ പ്രോബ്ലം ഇവിടെ ഉള്ളപ്പോൾ ക്യാൻ യു അനലൈസ് ആൻഡ് സേ 1, 2, 3, 4, 5 എന്താണ് കോമൺ കോസസ്? ഓക്കെ, നമുക്ക് കോമൺ കോസസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ കോസസ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോഡിഫയബിൾ കോസസിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് നമ്മൾ ലൈഫ് സ്റ്റൈലിലുണ്ടായ ചേഞ്ചസ് ആണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്കൂളുകളിലാണെങ്കിൽ ശരി, അല്ലെങ്കിൽ നമ്മളൊരു അഡോളസൻ്റ് ആൾക്കാരാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ ശരി, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളെപ്പോഴും പിള്ളേരെല്ലാം കളിക്കാൻ പോകും, 30 to 45 മിനിറ്റ്സോ ഒക്കെ എക്സസൈസ് ചെയ്യും എല്ലാവരും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്കും അതിന് സമയമില്ല. അപ്പം ദ ടൈം സ്പെൻഡ് ഇൻ സെഡൻറ്ററി ആക്ടിവിറ്റി ഓർ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഈസ് ഇൻക്രീസിങ് ത്രൂ ഔട്ട് ദ കമ്മ്യൂണിറ്റി. അതാണ് ഒരു മെയിൻ കാരണം. ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം കുറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ, ദ എമൗണ്ട് ഓഫ് ഫുഡ് ദാറ്റ് വി കൺസ്യൂം. ഇന്നൊന്നും ഒരു ഫുഡ് കിട്ടാനൊരു ബുദ്ധിമുട്ട് ആർക്കും ഇല്ല. അപ്പം നമ്മൾ മെജോറിറ്റി ആൾക്കാരും ആവശ്യത്തിന് വേണ്ടത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് പല പല സമയങ്ങളിലായിട്ടും പല പല പോർഷൻസ് ആയിട്ട് നമ്മളത് കഴിക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ട ടോട്ടൽ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ പലരും കഴിക്കുന്നത് നമുക്ക് വേണ്ടതിനെക്കാട്ടും കൂടുതലാണ്. ഈ പറയുന്ന ജങ്ക് ഫുഡ് ടൈപ്പ് ഓഫ് ഫുഡ് നോക്കുകയാണെങ്കിലും ജങ്ക് ഫുഡ്സ് ഒരുപാടുണ്ട്, ഹൈ കാലറി ഫുഡ്സ് ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന്. നമുക്കറിയാം ഏഷ്യൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷൻ അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അബ്ഡോമിനൽ ഒബേസിറ്റി, കുറച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുക, കുറേ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ബോഡിയിൽ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എത്രയൊക്കെ എക്സസൈസ് ചെയ്താലും ഭക്ഷണം നിയന്ത്രിച്ചാലും നമുക്ക് ഒരു അബ്ഡോമിനൽ ഒബേസിറ്റി ഒരു കോമൺ ആയിട്ടും കാണാവുന്നതാണ്. അപ്പം ഈ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും നോൺ മോഡിഫൈഡ് റിസ്ക് ഫാക്ടേഴ്സും എല്ലാം നമുക്ക് ആഡ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളുടെ പ്രിവലൻസ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഈ ഒബീസിറ്റി പിന്നെ ഓവർ വെയ്റ്റും ഒബീസിറ്റി ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഓവർ വെയ്റ്റ് ഇസ് വൺ തിങ് ആൻഡ് ഒബീസിറ്റി ഇത് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു ഒബീസിറ്റി അസസ്മെൻറ്റ് വേൾഡ് ഓവർ മോസ്റ്റ് കോമൺ ആയിട്ടും ഉപയോഗിക്കുന്ന സാധനം ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ളതാണ്. കാരണം വേറെ ഒരുപാട് BMI കാരണം വേറെ പല മെത്തേഡ്സ് ഉണ്ട്. അബ്ഡോമിനൽ ഒബേസിറ്റിക്ക് വേണ്ടി അബ്ഡോമിനൽ സർക്കംഫറൻസ്, വേസ്റ്റ് സർക്കംഫറൻസ്, ഇപ്പോൾ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ. പക്ഷേ നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ഇസ് ബോഡി മാസ് ഇൻഡെക്സ് ഓർ BMI എന്ന് പറയും. വെയ്റ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇപ്പം നോർമൽ BMI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18.5 to 25 എന്നുള്ളതാണ് വേൾഡ് ഓവർ അക്സെപ്റ്റഡ്. 25 to 30 ഈസ് കോൾഡ് ഓവർ വെയ്റ്റ്, ആൻഡ് മോർ ദാൻ 30 ഈസ് കോൾഡ് ഒബീസിറ്റി. പക്ഷേ ഞാൻ പറഞ്ഞ നമ്മളുടെ ഈ ഏഷ്യൻ അല്ലെ ഇന്ത്യൻ ഫീനോടൈപ്പ് ഉള്ള ആൾക്കാർ, നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതൽ ആൾക്കാരുണ്ട്. നമ്മളുടെ ഒബേസിറ്റി ക്ലാസിഫിക്കേഷൻ കുറച്ചും കൂടി ടൈറ്റാണ്. 18.5 to 23 is considered as normal. 23 to 25 is called overweight, and more than 25 BMI is called obesity. നമ്മളുടെ പോപ്പുലേഷന് വേണ്ടി അത് ഇത്രയും ഒരു സ്ട്രിക്റ്റ് ക്രൈറ്റീരിയ കാരണം ആയിരിക്കും നമ്മളുടെ ഇവിടുത്തെ ഒബീസിറ്റി ഇസ് മോർ കോമൺ, അങ്ങനെ പ്രിവലൻസ് കുറച്ച് കൂടുതലായിട്ടിരിക്കുന്നത്. ഈ സ്ട്രിക്റ്റ് ക്രൈറ്റീരിയ കാരണം കുറച്ച് കൂടുതലാണ്. രണ്ടാമത്തെ ഈവൻ അതർവൈസും ഇത് കൂടുതലാണ്. പിന്നെ ഒബീസിറ്റി കാരണമുള്ള കോംപ്ലിക്കേഷൻസും നമ്മളെ പോപ്പുലേഷൻ, പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷനിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് കോംപ്ലിക്കേഷൻസ് പറഞ്ഞത്. വാട്ട് ആർ ദ മേജർ കോംപ്ലിക്കേഷൻസ്? ഒബീസിറ്റി കാരണമുള്ള മേജർ കോംപ്ലിക്കേഷൻസ് നമ്മൾ പറയുമ്പം ഒന്ന്, ഒബീസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ഡയബറ്റിസ് മെലിറ്റസ് വളരെ യങ് ഏജിൽ തന്നെ വരാനുള്ള ഏറ്റവും കോമൺ സാധ്യതയാണ്.
രണ്ടാമത്തെ അവർക്ക് ബ്ലഡ് പ്രഷർ കൂടാൻ, ഹൈപ്പർ ടെൻഷൻ വരെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. To all systems in the body അല്ലേ, എല്ലാ സിസ്റ്റംസിനും അത് എഫക്റ്റ് ചെയ്യും. സൂസൻ, ദ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മളിപ്പം മാനേജ്മെൻറ്റ്, ഇപ്പോൾ BMI 25-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഇവിടെ നമ്മൾ ഒബീസിറ്റി എന്ന് പറയും. സോ അങ്ങനത്തെ ഒരു ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് അഡ്വൈസ് ചെയ്യാനുള്ളത്? വേർ ഡു വി സ്റ്റാർട്ട് ഫ്രം? ബേസിക് അഡ്വൈസ്. യൂഷ്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ ഡയറ്റ് ഹിസ്റ്ററി എടുക്കും, അല്ലെങ്കിൽ ഡയറ്റ് റീകോൾ നമ്മൾ എടുത്തിട്ട് അവരെന്താണ് കഴിക്കുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൽ എന്താണ് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത്, അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതിനാണ് നമ്മൾ യൂഷ്വലി കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നത് അത് അങ്ങനത്തെ കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്താലായിരിക്കും യൂഷ്വലി. പിന്നെ എക്സസൈസ് നമ്മൾ എല്ലാ ആരാണോ നമ്മൾ വെയിറ്റ് കൂടുതലുള്ള യൂഷ്വലി എല്ലാവർക്കും ഒരു മിനിമം 45 മിനിറ്റ്സ് ഒരു എക്സസൈസ് ചെയ്യണമെന്ന് നമ്മൾ അവർക്ക് നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഈ വിപിൻ, ഐ എം കമ്മിങ് ബാക്ക് ടു അഗൈൻ, ഈ എക്സസൈസ് എന്ന് പറയുന്ന എങ്ങനത്തെ എക്സസൈസാണ്? ഈ പലരും പറയും വെയിറ്റ് ട്രെയിനിങ്, പലരും പറയും ഓപ്പൺ എയർ വാക്കിംഗ്, ജോഗിങ്, ഏതാണ് നല്ലത്? വാട്ട് വുഡ് യു അഡ്വൈസ്? എപ്പോഴും നമ്മൾ ആക്ച്വലി ഒബീസിറ്റി അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാർഡിയോ എക്സസൈസസ് അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് നമ്മളുടെ എനർജി എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്കിംഗ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ്, ജോഗിങ് ഓർ റണ്ണിങ് ഈസ് സെക്കൻഡ് ബെസ്റ്റ് വി ക്യാൻ സേ. അതിന് സൈക്ലിംഗ്, നമ്മൾ സ്കിപ്പിംഗ്, സ്വിമ്മിങ്, ഇതുപോലുള്ള എക്സസൈസാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ സസ്റ്റെയിൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതുവഴി നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കാലറി ബേൺ ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ നമ്മൾ പറയാറ് യൂഷ്വലി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 days പെർ വീക്ക് എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യണം. 2 days കൂടുതൽ എക്സസൈസ് ഫ്രീ ഡേയ്സ് ഉണ്ടാവാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നമ്മൾ 30 minutes എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യണം. ഈ 30 minutes എക്സസൈസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് മെയിൻ്റനൻസ് ആണ്, വെയിറ്റ് ലോസ് അല്ല. അപ്പോൾ വെയിറ്റ് ലോസ് വേണമെങ്കിൽ വി ഹാവ് ടു ഇൻക്രീസ് ദ ടൈമിംഗ് ആസ് വെൽ as ഇൻറ്റൻസിറ്റി ഓഫ് എക്സസൈസ്, മേ ബി അപ് ടു 60 minutes ഓർ 90 minutes. പിന്നെ വെയിറ്റ് ബിയറിംഗ് ഓർ അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയുന്നത് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 times പെർ വീക്ക് എങ്കിലും വേണം. ദാറ്റ് ഈസ് ടു കീപ്പ് അവർ മസിൽസ് ഇൻടാക്ട് ഓർ കോമ്പാക്ട് സോ ദാറ്റ് വി ക്യാൻ ഡു മോർ എക്സസൈസസ്. അങ്ങനെയാണ് ശരിക്കും എക്സസൈസ് വേണ്ടത്. മെഡിസിൻസ് വല്ല വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എന്തെങ്കിലും യൂസ്ഫുൾ ആണോ? ഒരുപാട് മെഡിസിൻസ് നമുക്ക് ഒബേസിറ്റിക്ക് വേണ്ടി മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഹിസ്റ്ററി ഓഫ് ആൻറ്റി ഒബേസിറ്റി മെഡിസിൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല മെഡിസിൻസും പല പ്രോമിസും തന്നിട്ട് നമുക്ക് മാർക്കറ്റിൽ വന്നു. പക്ഷേ കുറേ കാലം ആ മരുന്നുകൾ ഉപയോഗിക്കുമ്പം പലപ്പോഴും അതിൽ ഗുണത്തിനെക്കാട്ടും കൂടുതൽ ദോഷങ്ങൾ വന്നിട്ട് സിറ്റുവേഷനാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പല മെഡിസിൻസും പണ്ട് വന്നിരിക്കുന്ന മെഡിസിൻസൊക്കെ പോയി. റിമോണ ബാൻഡ്, സിബോട്രാമിൻ, അങ്ങനെ പല മെഡിസിൻസ്, എല്ലാ മെഡിസിൻസും ബാൻ ആയിട്ടുണ്ട്. കുറേ മെഡിസിൻസ് അവൈലബിൾ അല്ല. ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ശരിക്കും FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള 5 ഡ്രഗ്സാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഡ്രഗ് അവൈലബിൾ ആയിരുന്നു, ഇപ്പം നമ്മളുടെ FDA അല്ലെങ്കിൽ US മാർക്കറ്റിന് അത് വിഡ്രോ ചെയ്തു. പക്ഷേ നോ വൺ ഷുഡ് ഗോ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വിത്തൗട്ട് മെഡിക്കൽ സൂപ്പർവിഷൻ. ഈ മെഡിക്കൽ സൂപ്പർവിഷൻ ഇല്ലാത്ത കുറേ ഡയറ്റ് ഫാഡ്സ് ഉണ്ട്. ഈ മോർണിംഗ് ഹണി വിത്ത് ലൈം, ഇതൊക്കെ ആർ ദേ ഗുഡ്? ആക്ച്വലി ഇതെല്ലാം നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ കാണുന്നതാണ്. ഇതിനൊന്നും ഒരു സ്റ്റഡീസും ഇല്ല. ഇതൊക്കെ എടുത്താൽ വെയിറ്റ് കുറയും എന്നുള്ള ഒരു ഇതാണ്. ബിസൈഡ്സ് ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, എക്സസൈസ്, പിന്നെ മെഡിസിൻസ്, വേറെ 2 ഓപ്ഷൻസ് ഉണ്ട് ഈ വെയിറ്റ് റിഡക്ഷനിട്ട്. നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് എൻഡോസ്കോപ്പി. ഈ എൻഡോസ്കോപ്പി വഴി പല ടെക്നീക്സ് ഉണ്ട്. ഒന്ന് സ്റ്റമക്കിൻ്റെ സൈസ് കുറയ്ക്കുന്നതും, 2 സ്റ്റമക്കിൻ്റെ ഉള്ളിൽ ആമാശയത്തിനുള്ളിൽ ഒരു ബലൂൺ വെച്ചിട്ട് ഒരു ടെമ്പററി ആയിട്ട് ആപ്പറ്റൈറ്റ്, വിശപ്പ് കുറഞ്ഞിട്ട് ഈ വെയിറ്റൊക്കെ കുറയ്ക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ദേ ആർ ഓൾ പിക്കിംഗ് അപ്പ്. വലിയ സ്റ്റഡീസൊന്നുമില്ല, ദേ ആർ അവൈലബിൾ. നമ്മുടെ നാട്ടിൽ പല സെൻറ്റേഴ്സിലും ഉണ്ട്. നമ്മളുടെ ആസ്റ്റർ മെഡിസിറ്റിയിലോ ഒബീസിറ്റി ക്ലിനിക്, ബാരിയാട്രിക് ക്ലിനിക്കിലും ദീസ് ടെക്നിക്സ് ആർ അവൈലബിൾ. ബട്ട് വിപിൻ, ദ സർജൻ, ഐ വിൽ ആസ്ക് യു, ഇപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു, ഇങ്ങനെ ഒരു ഇൻ്റർവെൻഷൻ വേണം, മെഡിസിൻസ് ഒന്നും കാര്യമായിട്ടില്ല, ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റ് ഒക്കെ നമ്മളുടെ ഓപ്ഷൻസൊക്കെ ഇത് പോയി, ദാറ്റ് ഈസ് ഓൾ ബീൻ ട്രൈഡ്. സർജറി ഈസ് ഹെൽപ്ഫുൾ ഓർ നോട്ട് ഹെൽപ്ഫുൾ?
സർജറി ബാക്കി സർ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അല്ലെങ്കിൽ ടിപ്പിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഒരു BMI വെച്ചിട്ട് പറയാം. BMI more than 40 ആണെങ്കിൽ സർജറി എന്തായാലും ചെയ്യാം. അല്ലെങ്കിൽ BMI more than 35 വിത്ത് കൊമോബിറ്റീസ്, ഡയബറ്റീസ് റിലേറ്റഡ് കൊമോബിറ്റീസ് ആണെങ്കിൽ സർജറിക്ക് ഡെഫിനറ്റ് റോൾ ഉണ്ട്. 30 to 35 ഡേയിൽ വിത്ത് കൊമോബിറ്റീസ് ഉണ്ടെങ്കിൽ അത് പിന്നെ ഡിബേറ്റബിൾ ആണ്. പക്ഷേ റിസ്ക് ഫാക്ടേഴ്സ് അത്ര കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നൊരു വെസ്റ്റേൺ പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡീസാണ്. അപ്പോൾ ഇന്ത്യൻ ഡോക്ടർ വിപിൻ പറഞ്ഞ ഇന്ത്യൻ സ്റ്റഡീസ് എപ്പോഴും കാണിക്കുന്നത് എപ്പോഴും ഒരു 2.5 കുറവ് എടുക്കായിരിക്കും എപ്പോഴും ബെറ്റർ. നമ്മൾ 30 കട്ട് ഓഫ് വയ്ക്കുകയാണെങ്കിൽ 27.5 വയ്ക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷൻ എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കുറേ ഉണ്ട്. നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ദി BMI ആണ് നമ്മൾ പറയുക ഏതൊക്കെ ഓപ്ഷൻസ് ചൂസ് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയും. ഒരു സ്റ്റമക്കിൻ്റെ ഒരു കപ്പാസിറ്റി കുറച്ച്, അതുമാത്രമല്ല സ്റ്റമക്കിൽ നിന്ന് വരുന്ന ഹോർമോൺസ് വരുന്ന ഭാഗം എടുത്ത് മാറ്റിയിട്ടും വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന കുറേ സർജറീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നു, ലോകത്തും എവിടെയും കോമൺ ആയിട്ട് ചെയ്യുന്നു സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്ന സർജറിയാണ്. അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. വെയിറ്റ് ലോസ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ ഒബിസിറ്റി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ആയി ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ ഇമ്പ്രൂവ്മെൻറ്റും കാണാറുണ്ട്. ഓൺ ആൻ ആവറേജ് ഇപ്പോൾ ഒരു 100 കിലോ ആൾക്ക് ഇങ്ങനത്തെ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും? ഒരു പറഞ്ഞൊരു എക്സസ് ബോഡി വെയിറ്റ് അറൗണ്ട് 80% കൂടുതൽ പോകുന്നതിൽ എക്സസ് ആകും. എപ്പോഴും പറയുന്നത് എക്സസ് ബോഡി വെയിറ്റിലാണ് നമ്മൾ കണക്ക് പറയുന്നത്. ഇപ്പം അതിൽ ഓൾമോസ്റ്റ് 80% കൂടുതലും എക്സസ് ബോഡി വെയിറ്റ് കുറവുണ്ടാവാറുണ്ട്. ആൻഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ടോ? കോംപ്ലിക്കേഷൻസ് എനി സർജിക്കൽ പ്രൊസീജിയർ, എനി ഇൻ്റർവെൻഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന് ഡെഫിനറ്റായിട്ട് കോംപ്ലിക്കേഷൻസ് കൂടെ ഉണ്ടാവും. പക്ഷെ അത് വിത്ത് ഡ്യൂ കെയർ കണ്ടും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് വയ്ക്കാൻ പറ്റുമെന്നല്ല. ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ റിഫ്ലക്സ് എന്ന് പറയും. അത് നമ്മുടെ സ്റ്റമക്കിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ റിഫ്ലക്സ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ചില ആൾക്കാർക്ക് സ്റ്റേപ്പർ ലൈൻ ഉണ്ടാകുന്ന ലീക്സ് ഉണ്ടാകാൻ പോസിബിലിറ്റീസ് ഉണ്ട്. Even endoscopic techniques from the same things will apply. So it's either endoscopy or surgery. Vipin, I come back to you. The future of obesity management, it is a combined approach, or a team approach. Right. അതാണ് ഈ പല ഹോസ്പിറ്റൽസിൽ, പല സെൻറ്റേഴ്സിൽ ഒബീസിറ്റി ക്ലിനിക്, ബാരിയാട്രിക് ക്ലിനിക്. നൗ ഈ ബാരിയാട്രിക് ക്ലിനിക്കിൻ്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം ടുവേർഡ്സ് ഒബീസിറ്റി? റൈറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒബീസ് പേഷ്യൻസിനെ നമ്മളിപ്പോൾ എപ്പോഴും അവർക്കൊരു മടി എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഒബീസിറ്റി ക്ലിനിക്കിലോട്ട് അല്ലെങ്കിൽ ബറിയാട്രിക് ക്ലിനിക്കിലോട്ട് ഞാൻ ചെല്ലുക എന്ന് പറയുമ്പോൾ ഒരു മടി എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഒരു സ്റ്റിഗ്മ കാരണം അവർ പല സ്ഥലത്തുനിന്നും പല ആൾക്കാരുടെ അടുത്തും അവഹേളനങ്ങളും അല്ലെങ്കിൽ അച്ഛനെങ്കിൽ അവരെ കളിയാക്കിയും കൊണ്ടുള്ള പല റെസ്പോൺസും ഈവൻ മെഡിക്കൽ ഫ്രട്ടേണിറ്റിയിൽ നിന്ന് കിട്ടിയും കൊണ്ടായിരിക്കും അവർ വരുന്നത്. സോ ദേ ഷുഡ് ബി ഹാൻഡിൽ വിത്ത് കെയർ. അവരുടെ ആക്ച്വലി അവരുടെ കോൺഫിഡൻസ് നമ്മൾ ഗെയിൻ ചെയ്ത് അവരോട് പറഞ്ഞാൽ ദിസ് ഇസ് എ കോമൺ പ്രോബ്ലം വിച്ച് ക്യാൻ ഹാവ് സൊല്യൂഷൻസ്, വി ക്യാൻ റെഡ്യൂസ് ദ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഫസ്റ്റ് ഗെയിൻ ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ അവരൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം എന്നോട് കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ കൂടി നമുക്ക് അതിലുണ്ടാവണം. ദാറ്റ്സ് എ ബേസിക് കൺസെപ്റ്റ് ഓഫ് ബറിയാട്രിക് സർജറി rather than individually treating I am the best എന്നുള്ളതല്ല. whatever team approach is there, that is for the benefit of the patient. വെരി ഗുഡ്. സോ ഒബീസിറ്റി ക്ലിനിക് അല്ലെങ്കിൽ ബാരിയാട്രിക് ക്ലിനിക് ഒരു ടീം വർക്കാണ്. ആ ടീമിൽ എസെൻഷ്യൽ കോമ്പണൻസ് endocrinology, medical gastroenterologist, surgical gastroenterologist, dietitian, even psychologist, because പലരും low in confidence ആയിരിക്കും. So if we നേരെ ഇങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞാൽ they will just go. So I think you are right when you say that they must be handled with care. Right. And നമ്മളുടെ അപ്രോച്ചും I think it should be like that, ഒരു team approach where the patient feels confident. ആ കോൺഫിഡൻസ് നമുക്ക് ഇത് ചെയ്യാൻ പാടില്ല, കുറയ്ക്കാൻ പാടില്ല. And that is it. So thank you very much. We had a good discussion on obesity plus main causes, and it should be വലിയൊരു കൺസേൺ ആയിരിക്കണം, സോഷ്യൽ കൺസേൺ, ബിക്കോസ് നമ്മളുടെ നാട്ടിൽ central obesity and morbid obesity, severe cases of obesity are the bhayangara common, and I think it is for us to bring it down with some interventions. Thank you very much. Thank you. Thank you.